നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പിന്നെ ഒരപേക്ഷയുണ്ട്. ചേച്ചി എന്നെ തല്ലോന്ന് പറഞ്ഞ കാര്യം ആരും അറിയരുതേ കേട്ടോ. എന്താടോ, എന്താ കാര്യം? എന്ത് കഷ്ടമാ, ഒരാവശ്യമില്ലാത്ത കാര്യമായി പോയി. എന്താ സംഭവം? അല്ല സാർ, ഐശ്വര്യ എടുത്തി അപ്പച്ചും കൂടി ജയന്തി എടുത്തി ഇവിടെ പിടിച്ചു നിർത്തിയിരിക്ക. 2 ദിവസം നിന്നിട്ട് പോവാനാ പറഞ്ഞിരിക്കുന്നത്. ആണോ? അതെ, അത് തന്നെയാ. ഒരു കാര്യമില്ലായിരുന്നു. പോട്ടടോ, തന്റെ എടുത്തില്ലേ, 2 ദിവസം നിന്നിട്ട് പോട്ടെ. അതൊരു സന്തോഷമായിട്ട് എടുക്ക്. ഓ ഇല്ല സർ, അത് നമ്മുടെയൊക്കെ സന്തോഷം ഇല്ലാതാക്കാൻ പോവാ. താൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. അങ്ങനെയല്ല സർ, അത് നമ്മുടെയൊക്കെ സന്തോഷം ഇല്ലാതാക്കുക തന്നെ ചെയ്യും. സാറിനറിയാലോ എടുത്തിയുടെ സ്വഭാവം. പരസ്പരം വഴക്കുണ്ടാക്കും. ഇവിടത്തെ കുറ്റം അവിടെയും അവിടത്തെ കുറ്റം ഇവിടെയും പറയും. എന്നിട്ട് ആവശ്യമില്ലാത്ത ഓരോ കഥകളും ഉണ്ടാക്കിയെടുക്കും. ആകെ ബഹളാക്കും ഇവിടെ. നമുക്ക് നോക്കാടോ. ചിലപ്പോ അവർക്കും 2 ദിവസം ഇവിടെ നിൽക്കാൻ ആഗ്രഹം കാണും. ഒരു മാറ്റമല്ലേ? മാറ്റത്തിനൊന്നും വേണ്ടിയല്ല സാർ ഇപ്പൊ ജയന്തി അടുത്ത് ഇവിടെ പിടിച്ചു നിർത്തുന്നത്. ഇത് ഐശ്വര്യ അടുത്തിയുടെ അപ്പച്ചിയുടെയും കൂടെയുള്ള ഗൂഢാലോചനയാ. അവരെന്ത് ഗൂഢാലോചന നടത്താനാ? എന്നെ താഴ്ത്തി കിട്ടാൻ ഒരു അവസരം നോക്കിയിരിക്കുകയല്ലേ അവര്. ഇപ്പോഴോ പറ്റിയ ഒരാളെയും കയ്യിൽ കിട്ടി. ജയന്തി അടുത്താണെങ്കിൽ എന്നോടുള്ള വിരോധം തീർക്കാൻ വേണ്ടി ഒരവസരം നോക്കിയിരിക്കുക. എല്ലാം കൂടി കൃത്യമായിട്ട് ഒത്തുവന്നു. നമ്മുടെ ഈ വിവാഹത്തിന്റെ രസമൊക്കെ പോവും. ഞങ്ങളുടെ കുടുംബം, പ്രത്യേകിച്ച് ഞാൻ നശിച്ച് കാണാൻ വേണ്ടി നോക്കി നടക്കുന്ന ആളാ എന്റെ ജയന്തി എടുത്തി. അരവിന്ദേട്ടന് സമാധാനം കൊടുത്തിട്ടില്ല. സാറ് നോക്കിക്കോ, എന്റെ സന്തോഷം മുഴുവൻ എടുത്ത് ഇല്ലാതാക്കും. താൻ ഇങ്ങനെ പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടാവും. അവരിവിടെ മര്യാദയ്ക്ക് താമസിച്ചാ അവർക്ക് കൊള്ളാം. അതല്ല ഐശ്വര്യത്തിന്റെ കൂടെ കൂടി എന്തേലും പ്രശ്നം ഉണ്ടാക്കാനാണ് ഒരുക്കമെങ്കിൽ ഞാൻ ആരാണെന്ന് അപ്പൊ മനസ്സിലാക്കി കൊടുക്കും. താൻ സമാധാനായിട്ടിരിക്കെ. സമാധാനിക്കടോ. സാറ് പറഞ്ഞപ്പോ ഒരു സമാധാനം കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ദ്രോഹ ഞങ്ങളോട് ചെയ്തത്. അപ്പൂനെ അമ്മയൊക്കെ എന്തുമാത്രം കണ്ണീര് കുടിപ്പിച്ചതാന്നറിയോ? ഇവര് വിചാരിച്ച 15-ാം തീയതി നടക്കാൻ പോകുന്ന നമ്മുടെ ചടങ്ങ് വരെ ഇല്ലാതാക്കാൻ പറ്റും. സാറ് നോക്കിയോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ കൊല്ലും ഞാൻ അവരെ. ഞാൻ അവരെ കൊല്ലുന്നു. സാർ, ഈ 15-ാം തീയതി എത്രയും പെട്ടെന്ന് ഇങ്ങ് എത്താൻ സ്വപ്നം കണ്ട് നടക്കുക ഞാൻ. ആണോ? ഞാൻ പറഞ്ഞില്ലേ സാർ, ഇത്രയും വലുതായിട്ട് ഞാൻ ജീവിതത്തിൽ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ഞാനിതൊരു ചമ്മലും ഇല്ലാതെ ഇങ്ങനെ തുറന്നു പറയണമെങ്കിൽ ആ ആഗ്രഹത്തിന്റെ ശക്തി എത്രമാത്രാന്ന് സാറിന് ഊഹിക്കാലോ. എനിക്ക് കൃത്യമായിട്ട് ഊഹിക്കാം. കാരണം ഞാനും അതേ സ്വപ്നങ്ങളായിട്ട് നടക്കാടോ. എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് വൈകിട്ട് സംസാരിക്കാം. വിവാഹം കഴിഞ്ഞ എല്ലാരും അല്പസ്വല്പമൊക്കെ മാറും, ഒന്ന് മിനുങ്ങും. ദേ
കല്യാണത്തിന് മുമ്പ് ഈ അമ്മയുടെ രൂപമൊന്നും കാണണമായിരുന്നു. അങ്ങനെയുള്ള ഉണക്കല്ല, ദാരിദ്ര്യം. ശോ, ദാരിദ്ര്യം എന്ന് വെച്ചാ ഭയങ്കര ദാരിദ്ര്യം. ആ, അപ്പോഴാ ഇവിടെ ഈ പുളിങ്കൊമ്പി കയറി പിടിച്ചത്. എടുത്തി. മര്യാദക്കിരുന്ന് കഴിച്ചിട്ട് പോ ജയന്തി. അമൃതമോളെ, ജയന്തി ഒരു തമാശ പറഞ്ഞതല്ലേ? അതെ, ഇതൊക്കെ ഒരു രസമായിട്ട് എടുക്കണ്ടേ? ഞാനങ്ങനെയാ. നല്ല നല്ല നേരം പോക്കുകൾ പറഞ്ഞോണ്ടേയിരിക്കണം. ഇത്തരം നേരമ്പോക്കുകള് ഒഴിവാക്കുന്നതാ നല്ലത് ജയന്തി. ആരുടെ ദാരിദ്ര്യം പറഞ്ഞ് കളിയാക്കാൻ പാടില്ല. അമ്മ, അങ്ങനെയുള്ള ദാരിദ്ര്യമൊന്നുമില്ല. അച്ഛനൊരു കുറവ് അറിയിക്കാതെ ഞങ്ങളെ വളർത്തിയത്. ആ, പിന്നെ അച്ഛൻ കഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാ. പക്ഷേ ഞങ്ങളെ പട്ടിണി എടുക്കാനൊന്നും സമ്മതിച്ചിട്ടില്ല. അത് ഞങ്ങൾക്ക് അറിയാലോ മോളെ. ജയന്തി, ഇനി ഇങ്ങനെയുള്ള സംസാരങ്ങൾ വേണ്ട. നിർത്തി നിർത്തി. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു ദോഷം വന്നൊന്നും വേണ്ട. നമുക്ക് 15-ാം തീയതിയുള്ള ചടങ്ങ് കളറാക്കണം. അത് വേണോമേ. വീട്ടിലാണ് താലികെട്ട് നടക്കുന്നെങ്കിലും ഇതിനകത്ത് പറ്റുന്ന രീതിയിലൊക്കെ കൊഴിപ്പിക്കണം. ഐശ്വര്യ, നമുക്കൊരു ഡാൻസ് ആയാലോ? ശ്യാമേ, ഞാനൊരു തമാശ പറഞ്ഞതാണേ. അല്ല, ഇനി അതിന് കയറി ചൂടാവരുത്. കല്യാണ ദിവസവും ശ്യാമയുടെ കണ്ണ് സദ്യ വിളമ്പുന്നിടത്തായിരിക്കും. പണ്ടും കല്യാണങ്ങൾക്ക് വിളിക്കാതെ പോകൂന്ന് കേട്ടിട്ടുണ്ട്. ഊണ് കഴിക്കാനേ. പറഞ്ഞില്ലേ, അത്രയ്ക്ക് ദാരിദ്ര്യായിരുന്നു. വിളിക്കാതെ പോയ ഏതോ ഒരു കല്യാണത്തിനെ ഇറക്കി വിട്ടൊന്നും കേട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ കഴിച്ചോളാം. ഏയ്, എന്താ മോളെ ഇത്? മോളിരുന്ന് കഴിക്കാൻ നോക്ക്. കഴിക്കേ. അമ്മേ, ഞാനും പിന്നെ കഴിക്കാമേ. ഇനി ഇവിടെ ഇരുന്നാലേ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവും. ശ്യാമേ, വാ, നമുക്ക് ഒന്നിച്ചിരിക്കാം. ചേടാ, അല്ല ചേച്ചി, ഞാൻ എന്ത് പറഞ്ഞു എന്നാ? മിണ്ടി പോരുത്. എനിക്ക് മനസ്സിലായി. തമാശ എന്നുള്ള പേരില് പറഞ്ഞു ശ്യാമയുടെ മനസ്സ് തകർക്കല്ലേ. പഴയ കാര്യങ്ങളെന്ന് പറഞ്ഞ് വായിൽ വരുന്നതൊക്കെ അങ്ങ് വിളിച്ചു പറയാ. ഇത് ജയന്തിയായിട്ട് പറയുന്നതല്ല. ജയന്തി ആരൊക്കെ കീ കൊടുത്ത് വിട്ടേക്കുന്നുള്ളത് വ്യക്തമാ. അമൃതടുത്ത് പറ, ആരാ ജയന്തിക്ക് കീ കൊടുത്ത് വിട്ടേന്ന്? നീ തന്നെ, അല്ലാതാരാ? അമൃതടുത്തി, ഏയ്, ഒന്ന് നിർത്തോ രണ്ടാളും. അമൃതേടത്തി, എനിക്ക് വേണ്ടി വാദിച്ച് എടുത്തി വെറുതെ വഴക്ക് കേൾക്കണ്ട. എനിക്കറിയാം, തേജോവധം ചെയ്യാന്നൊക്കെ പറയുമല്ലോ. ഇവിടെ എന്നെ തേജോവധം ചെയ്യാൻ തന്നെയാ. ഈശ്വര, എന്റെ ദേവിയെ, എന്തൊക്കെയാ പറയുന്നേ? എന്തൊക്കെയാ പറയുന്നത് ജയന്തിക്ക് മനസ്സിലായില്ലേ? എത്ര സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു തുടങ്ങിയതാ, എല്ലാം നശിപ്പിച്ചു. ഞാനും കഴിക്കുന്നില്ല മക്കളെ, ഞാൻ പിന്നെ കഴിച്ചോളാം. അയ്യോ അമ്മേ, കഴിച്ചിട്ട് പോയാ മതി. ജയന്തി മാറാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.